1.5 വയസ്സുകാരൻ അർഷിദിന്റെ കൊലപാതകം ആസൂത്രിതമായ ക്രൂരതയുടെ ബാക്കി പത്രമാണ്. നെടുമങ്ങാട് പനവൂർ കരിക്കുഴിയിലെ വാടക വീട്ടിൽ വെച്ച് നടന്ന ഈ സംഭവം ഒരു പിഞ്ചു ജീവനോട് മനുഷ്യൻ എത്രത്തോളം ക്രൂരമാകാം എന്നതിന്റെ നേർക്കാഴ്ചയാകുന്നു. അമ്മയുടെ പങ്കാളിയായ അഷ്കർ കുഞ്ഞിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ അമ്മ അഖിലയെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച നെടുമങ്ങാട് പനവൂർ കരിക്കുഴിയിലെ വാടക വീട്ടിൽ നിന്നും 1.5 വയസ്സുകാരൻ അർഷിദിനെ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതോടെയാണ് കേരളത്തെ ഞെട്ടിച്ച ക്രൂരമായ കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറം ലോകം അറിയുന്നത്. കുഞ്ഞ് ചോറ് കഴിക്കുന്നതിനിടെ തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം മുട്ടി അവശനായതാണ് െന്ന കള്ളം പറഞ്ഞ് കുഞ്ഞിന്റെ അമ്മയുടെ പങ്കാളിയായ അഷ്കർ സംഭവത്തെ വഴി തിരിച്ചുവിടാൻ ശ്രമിച്ചുവെങ്കിലും ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും കുഞ്ഞ് ഇതിനകം മരണപ്പെട്ടിരുന്നു. തുടർന്ന് മൃതദേഹത്തിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ പുറത്തു വന്നത് ആരെയും നടുക്കുന്ന കൊലപാതകത്തിന്റെ ഭീകരമായ വിവരങ്ങളാണ്. പിഞ്ചു കുഞ്ഞിന്റെ ശരീരത്തിൽ 51ഓളം വ്യത്യസ്തമായ മുറിവുകളും പരിക്കുകളുമാണ് ഡോക്ടർമാർ കണ്ടെത്തിയത്. ഇവയിൽ പലതും വളരെ നാളുകളായി ശരീരത്തിൽ ഉണ്ടായിരുന്നതും ക്രൂരമായ പീഡനങ്ങളുടെ തെളിവുകളുമാണ്. ശരീരത്തിലേറ്റ മാരകമായ ആഘാതങ്ങൾ മൂലമുണ്ടാകുന്ന ആന്തരിക രക്തസ്രാവമാണ് കുഞ്ഞിന്റെ മരണത്തിന് നേരിട്ട് കാരണമായതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ ശാസ്ത്രീയമായി സ്ഥിരീകരിക്കപ്പെട്ടതോടെ അഷ്കർ മെനഞ്ഞെടുത്ത നുണക്കഥകൾ തകരുകയും കൊലപാതകമെന്ന ക്രൂരസത്യം വെളിച്ചത്താവുകയുമായിരുന്നു. അഷ്കറിന്റെ മൊഴിപ്രകാരം തന്റെയും അഖിലയുടെയും സ്വൈര്യ ജീവിതത്തിന് 1.5 വയസ്സുകാരൻ അർഷിദ് ഒരു വലിയ തടസ്സമാണെന്ന് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ ഇയാൾ 3 മാസം മുൻപേ തന്നെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ആസൂത്രിതമായ തീരുമാനമെടുത്തിരുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. ഈ ക്രൂരമായ തീരുമാനത്തിന് പിന്നാലെ കഴിഞ്ഞ 3 മാസക്കാലമായി കുഞ്ഞിനെതിരെ തുടർച്ചയായ ശാരീരിക പീഡനങ്ങളാണ് ഇയാൾ അഴിച്ചുവിട്ടത്. കുഞ്ഞിന്റെ കരച്ചിൽ പുറത്തു കേൾക്കാതിരിക്കാനായി വായിൽ തുണി തിരികെ വെച്ച ശേഷം അതിക്രൂരമായി മർദ്ദിക്കുക, കുഞ്ഞിന്റെ തല ഭിത്തിയിൽ ആഞ്ഞടിച്ച് പരിക്കേൽപ്പിക്കുക, സിഗരറ്റ് കൊണ്ട് ശരീരമാസകലം പൊള്ളിക്കുക തുടങ്ങി മനുഷ്യത്വത്തിന് നിരക്കാത്ത അതിദാരുണമായ പീഡനങ്ങളാണ് നിസ്സഹായനായ ആ പിഞ്ചു കുഞ്ഞ് അനുഭവിച്ചത്. ഇത്രയും ഭയാനകമായ പീഡനങ്ങൾക്കിടയിലും കുഞ്ഞിന്റെ കാലിൽ ആഴത്തിൽ പൊള്ളലേറ്റ പാടുകൾ ഉൾപ്പെടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ക്രൂരതയുടെ ലക്ഷണങ്ങൾ തെളിഞ്ഞു നിന്നിരുന്നുവെന്നും ഇത്തരം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത പീഡനങ്ങളുടെ പരമ്പരയ്ക്കൊടുവിലാണ് കുഞ്ഞ് മരണത്തിന് കീഴടങ്ങിയതെന്നും അഷ്കറിന്റെ മൊഴികളിൽ നിന്നും അന്വേഷണത്തിൽ നിന്നും വ്യക്തമാവുകയാണ്. അമ്മ അഖിലയുടെ സാന്നിധ്യത്തിലായിരുന്നു അഷ്കർ മിക്കപ്പോഴും കുഞ്ഞിനെ പീഡിപ്പിച്ചിരുന്നത്. അഖില ഇതിനെ തടയാനോ കുഞ്ഞിനെ രക്ഷിക്കാനോ തയ്യാറായില്ല. കുഞ്ഞിന്റെ കൈകൾക്ക് പരിക്കേറ്റ വിവരം അഖിലയുടെ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടാണ് കുഞ്ഞിന്റെ മുത്തശ്ശി റീന അറിയുന്നത്. അന്ന് തന്നെ കുഞ്ഞിനെ വേണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും കുട്ടിയുടെ അമ്മയോടൊപ്പമാണ് കുഞ്ഞ് കഴിയുന്നതെന്നതിനാൽ പോലീസ് കാര്യമായ ഇടപെടൽ നടത്തിയില്ലെന്ന് മുത്തശ്ശി വെളിപ്പെടുത്തുന്നു. കൊലപാതകം നടന്നതിനു ശേഷം കുറ്റകൃത്യത്തിന്റെ എല്ലാ തെളിവുകളും പൂർണ്ണമായും നശിപ്പിച്ചു കളയാൻ പ്രതികളായ അഷ്കറും അഖിലയും അതീവ ഗൗരവത്തോടെയും ആസൂത്രിതമായും കിണഞ്ഞു പരിശ്രമിച്ചു എന്നത് ഈ കേസിലെ ഭയാനകമായ മറ്റൊരു വശമാണ്. തങ്ങൾ ചെയ്ത കൊടും ക്രൂരത പുറം ലോകം അറിയാതിരിക്കാനും നിയമ നടപടികളിൽ നിന്ന് ലക്ഷ്യം നേടാനുമായി വീടും പരിസരവും അണുവിമുക്തമാക്കുകയാണെന്ന വ്യാജേന ഇവർ അതീവ ശ്രദ്ധയോടെ കഴുകി വൃത്തിയാക്കി തെളിവുകൾ മായ്ച്ചു കളയാൻ ശ്രമിച്ചു. അർഷിദിനെ മർദ്ദിക്കാനും പീഡിപ്പിക്കാനും ഇവർ ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങളും തെളിവായി അവശേഷിക്കാതിരിക്കാൻ ദൂരെയുള്ള തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് നശിപ്പിക്കുകയും കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ചില വസ്ത്രങ്ങളും മറ്റ് നിർണായകമായ തെളിവുകളും തീയിട്ട് കത്തിച്ചു കളയുകയും ചെയ്തു. എന്നാൽ പ്രതികളുടെ ഈ ആസൂത്രിതമായ തെളിവ് നശിപ്പിക്കൽ ശ്രമങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് കുഞ്ഞിന്റെ ശരീരത്തിലെ മുറിവുകളും മൊഴികളിലെ വൈരുദ്ധ്യങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ പോലീസ് ഈ തെളിവുകളെല്ലാം വീണ്ടെടുക്കുകയും സംഭവം നടന്ന രീതി കൃത്യമായി തെളിയിക്കുകയുമായിരുന്നു. ഞായറാഴ്ച തെളിവെടുപ്പിനായി അഷ്കറിനെ വീട്ടിലെത്തിച്ചപ്പോൾ വൻ ജനക്കൂട്ടമാണ് തടിച്ചുകൂടിയത്. പോലീസിന്റെ സുരക്ഷാ വലയം ഭേദിച്ച് നാട്ടുകാർ പ്രതിയെ ആക്രമിക്കാൻ മുതിർന്നു. ഇയാളുടെ കാർ നാട്ടുകാർ അടിച്ചു തകർത്തു. വലിയ തോതിലുള്ള പ്രതിഷേധമാണ് പ്രദേശത്ത് നടന്നത്. അഷ്കർ ഒരു സ്ഥിരം കുറ്റവാളിയാണെന്ന് നാട്ടുകാരും ബന്ധുക്കളും ആരോപിക്കുന്നു. മുൻപ് വിവാഹം കഴിച്ച ആമിന എന്ന സ്ത്രീയെ ക്രൂരമായി മർദ്ദിക്കുകയും വിഷം നൽകി കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ആമിന ഏറെക്കാലം അബോധാവസ്ഥയിലായിരുന്നു. കൂടാതെ മറ്റ് സ്ത്രീകളെയും ഇയാൾ പീഡിപ്പിച്ചതായും പണം തട്ടിയതായും കേസുകളുണ്ട്. ഇത്രയേറെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളുടെ കൂടെ മകൾ പോകുന്നത് മുത്തശ്ശി എതിർത്തിരുന്നുവെങ്കിലും അഖില അതിന് വഴങ്ങിയില്ല. കുട്ടിയുടെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞതോടെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും കൊലക്കുറ്റത്തിനുമാണ് കേസ് എടുത്തിരിക്കുന്നത്. കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നും കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്നും പോലീസ് അറിയിച്ചു.